ഇന്ന് നല്ല അടിപൊളി ഒരു ചൂര മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി 1/2 കിലോ ചൂരമീൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ നന്നായി ചതച്ചെടുത്തു. അതിനുശേഷം കുറച്ച് വടക്കൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നന്നായി ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. അതിനുശേഷം കുറച്ച് ഉലുവ ഇട്ടു. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തു. പിന്നെ ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി നല്ലൊരു നിറം മാറി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി മതി. അത് നന്നായിട്ട് ഇളക്കി ചേർക്കുക. അതിനുശേഷം ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അത് നന്നായി അതിനകത്ത് മിക്സ് ചെയ്ത് ചേർത്തിട്ട് അതിലേക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യണം. ഞാൻ ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. എരിവ് കുറഞ്ഞ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ മിക്സ് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് പുളി ആഡ് ചെയ്ത് കൊടുക്കുക. വടക്കൻ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കണം. അതിട്ട് നന്നായി ഇളക്കി ചേർത്തിട്ടാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്തത്. ഉപ്പും ചേർത്ത് കഴിഞ്ഞ് നല്ലതുപോലെ ഇളക്കി അത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഈ മിക്സ് നന്നായി തിളച്ചു വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന ചൂര കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് നല്ലതുപോലെ നമ്മൾ അത് ഇളക്കി കൊടുക്കണം. ചൂര കഷ്ണങ്ങൾ 1/2 കിലോ ആണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ചേർത്തിട്ട് ഒരു അരമണിക്കൂർ നേരം ഇത് ചെറിയ തീയിൽ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചോറ് കഴിക്കാനായിട്ട് വായോ. കുറച്ച് സമയം കൂടെ ഇതൊന്ന് അടുപ്പിൽ കിടന്ന് ചെറിയ തീയിൽ വേവണം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടേ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റൂ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഓടി വായോ, ചോറ് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ, സീ യു.